അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും മൃത്യുഞ്ജയ ഹോമവും ഭഗവതി സേവയും നടന്നു. ഫെബ്രുവരി 10 നടക്കുന്ന പുനഃപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായിട്ടാണ് പരിഹാരക്രിയകൾ നടന്നത്. ക്ഷേത്രം തന്ത്രി ഇടമനയില്ലം ഈശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജകൾ നടന്നത്. പരശുരാമനാൽ പ്രതിഷ്ഠ ചെയ്ത പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം തകർക്കപ്പെട്ടതോടെ അയ്യപ്പൻകോവിൽ പ്രദേശവും ഭക്തജനങ്ങളും പിന്നോക്കാവസ്ഥയിലായിരുന്നു. ഭഗവാന്റെ ചൈതന്യം വീണ്ടെടുക്കണമെന്ന് നാളുകളായുള്ള ഭക്തരുടെ ആഗ്രഹമായിരുന്നു. ഭക്തജനങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായി ക്ഷേത്ര നിർമ്മാണം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. പല വിധത്തിലുള്ള തടസ്സങ്ങളും തരണം ചെയ്താണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയത്. ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയ്ക്ക് തീയതി നിശ്ചയിച്ചു. ഫെബ്രുവരി 10 പുനഃപ്രതിഷ്ഠ. പുനഃപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള പരിഹാരക്രിയ ചടങ്ങുകളാണ് ക്ഷേത്ര സന്നിധിയിൽ നടന്നത്. മഹാഗണപതി ഹോമവും മൃത്യുഞ്ജയ ഹോമവും ഭഗവതി സേവയും ക്ഷേത്രത്തിൽ നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഇടമനയില്ലം ഈശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജകൾ നടന്നത്. ക്ഷേത്രത്തിന്റെ നമ്മുടെ പ്രതിഷ്ഠയോടനുബന്ധിച്ച് ഉള്ള പ്രതിഷ്ഠയുടെ മുന്നോടിയായിട്ടുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് ഇവിടെ മൃത്യുഞ്ജയ ഹോമവും ഭഗവതി സേവ ഗണപതി ഹോമവും ഒക്കെ ഇന്ന് അതിന്റെ ആരംഭമാണ്. പ്രതിഷ്ഠയോടനുബന്ധിച്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി മാസം 10 ഇതിന് പ്രതിഷ്ഠ. അതിന് മുന്നോടിയായാണ് ഈ കർമ്മ ചടങ്ങുകൾ നമ്മൾ 4 മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. ക്ഷേത്രത്തിൽ പഞ്ചലോക വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്നാണ് അഷ്ടമംഗല ദേവപ്രശ്നത്തിലെ വിധി. ഇതിനായി ഭക്തജനങ്ങൾ നൽകിയ സ്വർണം, വെള്ളി, പിത്തള, ചെമ്പ് തുടങ്ങിയ പൊരുളുകൾ ക്ഷേത്രം ഭാരവാഹികൾ ഏറ്റുവാങ്ങി. പെരിയാറിന്റെ തീരത്ത് പ്രഭ ചുരിഞ്ഞു നിൽക്കുന്ന ശ്രീധർമ്മശാസ്താവിന്റെ പുനഃപ്രതിഷ്ഠയ്ക്കായുള്ള തയ്യാറെടുപ്പിലാണ് ഭക്തജനങ്ങളും ഭരണസമിതിയും. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.